ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് വളരെ അഡ്വഞ്ചറസ് ആണ്. ലോകത്തിൻ്റെ അറ്റം തേടിക്കൊണ്ടുള്ളൊരു യാത്ര. അതെവിടെയാണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ റിയാദിലുള്ള എഡ്ജ് ഓഫ് ദി വേൾഡ്. രാവിലെ ഒരു 6 മണിയോട് കൂടിയാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. പിന്നെ റിയാദിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് എഡ്ജ് ഓഫ് ദ വേൾഡ്. റോഡിൻ്റെ സൈഡിലൊക്കെ നിറയെ മൺകൂനകളും പാറക്കൂട്ടങ്ങളൊക്കെ കാണാം. നല്ല രസമായിരുന്നു. ആദ്യത്തെ 50 കിലോമീറ്റർ നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. പിന്നെ വരുന്നത് ഓഫ് റോഡാണ്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് വേണം ട്രാവൽ ചെയ്യാൻ. ഓഫ് റോഡ് ട്രാവൽ 2 മണിക്കൂറാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട മറ്റു ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. കുടിക്കാനുള്ള വെള്ളം, സ്നാക്സൊക്കെ കയ്യിൽ കരുതി വേണം പോവാൻ. എഡ്ജ് ഓഫ് ദ വേൾഡ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ കാറുകൾക്ക് പകരം SUV പോലുള്ള 4x4 വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആദ്യത്തെ 80 കിലോമീറ്റർ നല്ല സ്മൂത്തായി കടന്നുപോയി. ഇനിയുള്ള യാത്ര കുറച്ച് റിസ്ക്കാണ്. നിറയെ കല്ലും മുള്ളൊക്കെ നിറഞ്ഞ റോഡിലൂടെ വേണം സഞ്ചരിക്കാൻ. അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ ട്രക്കിങ്ങിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഓഫ് റോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വേണം ട്രാവൽ ചെയ്യാൻ.
നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്. അതുകൊണ്ടാണ് നമ്മുടെ വാഹനങ്ങളൊന്നും മുന്നോട്ട് കടത്തിവിടാത്തത്. അപകടങ്ങൾ ഒഴിവാക്കാനും ടൂറിസ്റ്റുകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി 24 hours ഇവിടെ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. റിയാദിലിപ്പോൾ നല്ല ചൂടാണ്. പിന്നെ ഇവിടെ കാറ്റ് പൊടിയൊക്കെ ആയിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. വിൻ്റർ സീസണിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല തണുത്ത ക്ലൈമറ്റ് ആകുമ്പോൾ ഇവിടെ അടിപൊളി വൈബായിരിക്കും. ഇത് നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, പെട്ടെന്ന് തന്നെ ടയേർഡാവും. വെള്ളം, ഫുഡ്, സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടുന്ന് കിട്ടില്ല. എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം വരാൻ. പിന്നെ ഫോണിൻ്റെ നെറ്റ്വർക്ക് സിഗ്നലൊക്കെ ഡൗൺ ആയിരിക്കും. അഗാധമായ താഴ്വരയും നീണ്ടുകിടക്കുന്ന തരിശുഭൂമിയും നോക്കിക്കൊണ്ട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിച്ച് മലഞ്ചെരുവിൻ്റെ മുകളിലേക്ക് കയറുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കൊത്തിയെടുത്ത പർവ്വതങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ, അവയുടെ കൗതുകകരമായ കാഴ്ചപ്പാടുകൾ, മണ്ണൊലിപ്പിനെതിരായ അവരുടെ ദീർഘകാല പ്രതിരോധത്തിൻ്റെയും സമയഘടകങ്ങൾക്കെതിരായ അതിജീവനത്തിൻ്റെയും കഥ പറയുന്നു. ഈ പ്രദേശം ഒരു കാലത്ത് സമുദ്ര ആവാസ കേന്ദ്രമായിരുന്നു. ഞാൻ നല്ല ടയേർഡാണ് ഗായ്സ്. ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ എഡ്ജ് ഓഫ് ദ വേൾഡ് വിസിറ്റ് ചെയ്യുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നടക്കാൻ ഇറങ്ങാൻ. ഗായ്സ്, ആ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ലോകത്തിൻ്റെ അറ്റം എന്നറിയപ്പെടുന്ന എഡ്ജ് ഓഫ് ദ വേൾഡ്. അവിടേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുട്ടികളായി വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരാൻ. സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേണം എഡ്ജിലേക്ക് എത്താൻ. ഒരുപാട് വിദേശികളും സ്വദേശികളും ഇവിടെ വന്ന് പോകുന്നുണ്ട്. സൺസെറ്റ് വരെ മാക്സിമം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വഴിതെറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് എഡ്ജിലേക്ക് കറക്റ്റ് വ്യൂ ആണ്. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതാ ലോകത്തിൻ്റെ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എഡ്ജിലേക്ക് എത്താൻ വളരെ നേരമായിട്ടുള്ള വഴിയിലൂടെയൊക്കെ നമുക്ക് പാസ് ചെയ്യേണ്ടതുണ്ട്.
ഫസ്റ്റ് ടൈമാണ് ഇത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര. നല്ല ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്താൽ മതി. ഒരുപാട് നടന്നു ക്ഷീണിക്കും, എന്നാലും ഒടുവിലുള്ള ആ അത്ഭുത കാഴ്ച കാണണം എന്നൊറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത്. ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ കടന്നു പോകണം. കാല് സ്ലിപ്പാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ഫൈനൽ പോയിന്റിൽ അതിൻ്റെ എഡ്ജിലേക്ക് എത്താനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും. ഗായ്സ്, അങ്ങനെ നമ്മൾ ആ അത്ഭുത ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. എഡ്ജ് ഓഫ് ദി വേൾഡിൻ്റെ എഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്. ചുറ്റും അതിശയകരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. റിയാദിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് എഡ്ജ് ഓഫ് ദി വേൾഡ്. ഇവിടെ നിന്നുള്ള വ്യൂ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ടുണ്ട്. ലൈഫിൽ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള സൂയിസൈഡ് പോയിന്റിനേക്കാളും വളരെ അപകടം നിറഞ്ഞൊരു സ്ഥലമാണിത്. താഴെ നല്ല ആഴത്തിലുള്ള കൊക്കയാണ്. അപ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ശ്രദ്ധയോടു കൂടി വേണം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. എഡ്ജ് ഓഫ് ദ വേൾഡ് നമ്മൾ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു. ഇനി തിരിച്ചു പോവാണ്. വന്ന വഴി അത്രയും നടക്കാനുണ്ട്. ഈ ഒരു ട്രിപ്പ് ലൈഫിൽ ഒരിക്കലും മറക്കാനാവില്ല. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അഡ്വഞ്ചറസ് ട്രിപ്പിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് റിയാദിലെ എഡ്ജ് ഓഫ് ദ വേൾഡ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതൊരു വേറെ വൈബാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം.
സൗദി അറേബ്യയിൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എഡ്ജ് ഓഫ് ദ വേൾഡ് ഒരിക്കലും മിസ്സാക്കരുത്. അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.